Good morning to one and all, and warm welcome to our 9th online class. We already discussed about the provisions which are related to under section 80. It is to be deducted from the gross total income for calculating the taxable income or the total income. ഇപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും 80ൽ വരുന്ന 80C തുടങ്ങിയിട്ട് 80U വരെ വരുന്ന എല്ലാ ഡിഡക്ഷൻസും അത് പേയ്മെൻറ്റ് ബേസ്ഡ് ആയാലും ഇൻകം ബേസ്ഡ് ആയാലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ആ പറഞ്ഞ പ്രൊവിഷൻസിൻ്റെ ഒരു റിവിഷൻ എന്ന് പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് മുഴുവനായിട്ടും പ്രോബ്ലം ബേസ്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം, സെറ്റ് ഓഫ്, ക്ലബിങ്, ക്യാരി ഫോർവേഡ്, അതോടൊപ്പം തന്നെ ടോട്ടൽ ഇൻകത്തിൽ പറഞ്ഞിട്ടുള്ള 80 തുടങ്ങിയിട്ട് ദാറ്റ് ഈസ് 80C തുടങ്ങിയിട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസും കൂടി എടുത്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും പേപ്പറും അതുപോലെ തന്നെ പേനയും പെൻസിലും സ്കെയിലും കാൽക്കുലേറ്ററും നിർബന്ധമായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പോർഷനിലേക്ക് പോവാം. പേജ് നമ്പർ 58 എടുക്കുക. പേജ് നമ്പർ 58 പ്രോബ്ലമാണ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊന്ന് വായിക്കാം. ശ്രീ ഗോവിന്ദ്, ഹു ഈസ് എ പേഴ്സൺ വിത്ത് എ ഡിസബിലിറ്റി, ഫർണിഷസ് ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ്: salary per annum 4,75,000, rent received per month 4,000, interest on savings bank deposit 12,000, winnings from lottery, that is the gross amount 50,000, interest on government securities 14,000, dividend from cooperative societies 10,000. ഇത്രയാണ് ഗോവിന്ദിൻ്റെ ഇൻകം. അതിൽ സാലറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻട്രസ്റ്റ് ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇത്രയും 3 കാറ്റഗറിയാണ് ശ്രീ ഗോവിന്ദിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അതിന് അഡീഷണൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഒരു ഡിസേബിൾഡ് പേഴ്സൺ ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ പേയ്മെൻറ്റ്സ് ആണ്. ശ്രീ ഗോവിന്ദിൻ്റെ പേയ്മെൻറ്റ്സ് വായിക്കാം. ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ്: മുനിസിപ്പൽ ടാക്സ് ഓൺ ഹൗസ് 1,600, NSC 8th issue purchase 20,000, term deposit in post office for 5 years 40,000, health insurance premium paid by check 2,000. കമ്പ്യൂട്ട് ടോട്ടൽ ഇൻകം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കൂടിയും ചെയ്തുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇൻകം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പേയ്മെൻറ്റ്സും കൂടിയും ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് ഓൺ ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ആണ്. NSC 8th ഇഷ്യൂ എന്ന് പറയുന്നത് 80Cയിൽ വരുന്നതാണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ടേം ഡെപ്പോസിറ്റ് ഇൻ പോസ്റ്റ് ഓഫീസ് ഫോർ 5 years എന്ന് പറയുന്നത് അണ്ടർ സെക്ഷൻ 80 TTA ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുന്നത് സെക്ഷൻ 80 DEയിലാണ്. ഡിസേബിൾഡ് പറയുന്ന പ്രത്യേകം ഒരു കാറ്റഗറി 80Uയിൽ നമുക്കറിയാം 75,000 ഡിസേബിൾഡ് ആണെങ്കിൽ, 1,25,000 സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കഷനിലുള്ളത്. നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പോവാം. ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യണം, 3 കോളുള്ള ഒരു വലിയ ടേബിൾ വരച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ദെൻ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന 5 കാറ്റഗറിയിൽ ഇവിടെ 3 ഹെഡ് ഓഫ് ഇൻകം ആണ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ അത് 3 മാത്രം നേരത്തെ പറഞ്ഞ ഓർഡർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാവരും എടുക്കുക. അതായത് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻകം ഫ്രം സാലറി, ബേസിക് സാലറി എത്ര രൂപ തന്നിട്ടുണ്ട്? 4,75,000 തന്നിട്ടുണ്ട്. അത് ഇന്നർ കോളത്തിൽ എഴുതുക. നമുക്ക് അണ്ടർ സെക്ഷൻ 16 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ഉണ്ട്. ജനറൽ കാറ്റഗറിയാണ്. ആ 50,000 ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ 4,75,000 നിന്ന് 50,000 ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് എമൗണ്ട് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 4,25,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതെല്ലാവരും ഔട്ടർ കോളത്തിൽ എഴുതാം. ദാറ്റ് ഈസ് ഇൻകം ഫ്രം സാലറി.
നെക്സ്റ്റ് കാറ്റഗറി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടെത്താനായിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ റെൻറ്റ് റിസീവ്ഡ് തന്നിട്ടുണ്ട്, പെർ മന്ത് 4000 രൂപ തന്നിട്ടുണ്ട്. സോ 4000 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എല്ലാവർക്കും എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 48,000 രൂപ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് അവർ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് നെറ്റ് ആനുവൽ വാല്യൂ കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കണം. ഇവിടെ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് എത്ര രൂപയാണ്? 1600 രൂപ തന്നിട്ടുണ്ട്. സോ എല്ലാവരും എന്ത് ചെയ്യുക? അത് ഇന്നർ കോളത്തിൽ എഴുതുക. ഗ്രോസ് ആനുവൽ വാല്യൂ 48,000 ലെസ് മുനിസിപ്പൽ ടാക്സ് 1600 രൂപ എഴുതുക. അപ്പോൾ ആനുവൽ വാല്യൂ എത്ര രൂപ കിട്ടി? 46,400 രൂപ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞോ? ഇല്ലല്ലോ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്ര രൂപ കിട്ടും? ആനുവൽ വാല്യൂമേ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം 46,400 ഇൻറ്റു 30% എല്ലാവരും കാണൂ. ദാറ്റ് ഈസ് 13,920. കിട്ടിയില്ല എല്ലാവർക്കും? ഈ എമൗണ്ട് ആണ് നമ്മൾ ആനുവൽ വാല്യൂയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30% ആയിട്ട് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പം 46,400 മൈനസ് 13,920 നമുക്ക് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര രൂപ കിട്ടി? 32,480 രൂപ കിട്ടി. ഈ 32,480 രൂപ നമുക്ക് എവിടെ എഴുതാം? ഔട്ടർ കോളത്തിൽ എഴുതാം. തേർഡ് ഇൻകം ഫ്രം സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോവാം. നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ SB ഡെപ്പോസിറ്റ് ഉണ്ട് 12,000, അത് എഴുതാം. വിന്നിങ്സ് ഫ്രം ലോട്ടറി എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അത് നമുക്കപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. നെറ്റ് എമൗണ്ട് ആണെങ്കിൽ ഗ്രോസ് എമൗണ്ട് കണ്ടുപിടിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഗ്രോസ് എമൗണ്ട് തന്നതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഔട്ടർ കോളത്തിൽ എഴുതാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് തന്നിട്ടുണ്ട് 14,000. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ആണ്. അത് നമുക്ക് ഇന്നർ കോളത്തിൽ എഴുതാം 10,000. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നതിൽ എത്ര രൂപയൊക്കെ വന്നു? 12,000, 50,000, 14,000, 10,000 എല്ലാവരും എഴുതിയില്ലേ? ഇനി ഇത് 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അത് എത്ര രൂപ കിട്ടും? 86,000 റുപ്പീസ് കിട്ടും. അപ്പം നമുക്ക് ഇവിടെ വരുന്ന ഗോവിന്ദിൻ്റെ 3 ഇൻകം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇൻകം ഫ്രം സാലറി 4,25,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 32,480, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 86,000. ഇത് 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഗ്രോസ് ടോട്ടൽ ഇൻകം ഒന്ന് ആഡ് ചെയ്ത് നോക്കുക എല്ലാവരും. 4,25,000 പ്ലസ് 32,480 പ്ലസ് 86,000. അപ്പോൾ എത്ര രൂപ കിട്ടി? 5,43,480 രൂപ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി ഇതിൽ നിന്ന് നമുക്ക് അണ്ടർ സെക്ഷൻ 80 വരുന്ന ഡിഡക്ഷൻസ് നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സെക്ഷൻ 80 എഴുതാം. 80ൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതാണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ എഴുതുക. സി തുടങ്ങിയിട്ട് യു വരെ ആ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. 80Cയിൽ വരുന്ന 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? NSC ഉണ്ട്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് ഉണ്ട്. NSC എത്രയാണ്? 20,000 ഉണ്ട്. പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എബോവ് 5 years ആണ്, 40,000 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 80Cയിൽ കിട്ടുന്ന ഡിഡക്ഷൻസ് ടോട്ടൽ എത്ര രൂപ വരും? 20,000 പ്ലസ് 40,000, 60,000 റുപ്പീസ് 80Cയിൽ തന്നെ വരുന്നുണ്ട്. ഇനി 80Dയിൽ നമുക്ക് വരുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ആണ് 80Dയിൽ വരുന്നത്. ഇറ്റ് ഈസ് പെയ്ഡ് ബൈ ചെക്ക് ആയതുകൊണ്ട് നമുക്ക് എലിജിബിൾ എമൗണ്ട് 2,000 രൂപ ഇന്നർ കോളത്തിൽ നമുക്ക് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് 80TTA എന്ന് പറയുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 10,000 രൂപ വരെ നമുക്ക് കിട്ടും. അതായത് ഓർഡിനറി സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് 10,000 റുപ്പീസ് വരെയാണ് നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ നമുക്ക് എമൗണ്ട് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. മാക്സിമം എമൗണ്ട് നമുക്ക് എത്ര രൂപ വരെ കിട്ടും? 10,000 രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് കിട്ടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 10,000 റുപ്പീസ്. ബിക്കോസ് ഹി ഈസ് എ ഓർഡിനറി പേഴ്സൺ, സീനിയർ സിറ്റിസൺ അല്ല. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ കിട്ടുമായിരുന്നു. അതല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എത്ര രൂപയെ കിട്ടുള്ളൂ? 10,000 രൂപയെ കിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് DTU ഡിഡക്ഷൻ ഫോർ ഡിസേബിൾഡ് പേഴ്സൺ ആണ്. അത് നമുക്ക് എത്ര രൂപ വരെ കിട്ടും? 75,000 കിട്ടും. ഓർഡിനറി ഡിസബിലിറ്റി ആണ്, അതുകൊണ്ട് 75,000. സിവിയർ ഡിസബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1,25,000 രൂപ ക്ലെയിം ചെയ്യാമായിരുന്നു. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ നമുക്ക് 80ൽ എത്ര രൂപ വരുന്നുണ്ട്? 60,000, 2,000,
10,000 75,000. അപ്പോൾ ടോട്ടൽ ഇത് നോക്കൂ, 60,000 പ്ലസ് 2,000 പ്ലസ് 10,000 പ്ലസ് 75,000 1,47,000. പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത് 12,000 രൂപയുണ്ടെങ്കിലും അതിൽ നമുക്ക് ഡിഡക്ഷനായിട്ട് എത്ര രൂപയെ കിട്ടുള്ളൂ? 10,000 റുപ്പീസേ കിട്ടുള്ളൂ. പിന്നെ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താണ്? അത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കണം എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ SB അക്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ 12,000 ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കുകയും പിന്നീട് 80 TTA പ്രകാരം നമ്മൾ 10,000 റുപ്പീസ് മാക്സിമം എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യുകയും ചെയ്തത്. 12,000 നമുക്ക് കിട്ടില്ല, 10,000 രൂപ വരെ കിട്ടുള്ളൂ. എല്ലാവർക്കും മനസ്സിലായില്ലേ? 80U ജനറലായിട്ടുള്ള ഡിസബിലിറ്റി ആണ് പറയുന്നത്. ഇദ്ദേഹം പ്രത്യേകിച്ച് ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എത്ര രൂപ കിട്ടും? 80U കിട്ടും. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 5,43,480 രൂപയിൽ നിന്ന് ടോട്ടൽ 80 ഡിഡക്ഷൻ ആയിട്ടുള്ള 1,47,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം എത്ര രൂപ കിട്ടും? ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. 5,43,480 മൈനസ് 1,47,000 3,96,480 രൂപ. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ. ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ സമയത്ത് ചോദിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ആ ഒരു ശ്രമമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. എല്ലാവരും പേജ് നമ്പർ 60 എടുക്കുക. ഞാൻ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം. Sri Joseph, aged 67, has the following incomes during the previous year 2019-20. Short-term capital gain on sale of land 26,000. Long-term capital gain on sale of gold 50,000. Income from house property, that is the computed amount 1,60,000. Interest on fixed deposit from bank, that is 70,000. Interest on debentures, that is the net amount gross up ചെയ്യണം 54,000. Interest on government securities 10,000. പ്രോഫിറ്റ് ഫ്രം ബിസിനസ് 2,65,000. ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. നമുക്കത് ആദ്യം ഒന്ന് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കമ്പ്യൂട്ടഡ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷേ സീനിയർ സിറ്റിസൺ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 67 ആണ്. അപ്പോൾ 60 വയസ്സിൽ മേലെയാണെങ്കിൽ സീനിയർ സിറ്റിസൺ ആണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ TTB പ്രകാരം നമുക്ക് എത്ര രൂപ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും? 50,000 രൂപ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 70,000 രൂപ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നതും ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നതും ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. പിന്നെ വരുന്നത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആണ്, 2,65,000 രൂപ. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം ആണ് വന്നിട്ടുള്ളത്? ഹൗസ് പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്, ബിസിനസ് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഗെയിൻ വന്നിട്ടുണ്ട്, ഇൻകം ഫ്രം അതർ സോഴ്സ് വന്നിട്ടുണ്ട്. 4 കാറ്റഗറി, സാലറി ഒഴിച്ച് ബാക്കി 4 സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ഒരാളാണ് ആര്? മിസ്റ്റർ ജോസഫ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെൻറ്റ്സ് ഉണ്ട്. ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ ഇയർ. Public Provident Fund contribution 30,000, donation to local authority for charitable purpose 60,000. Compute total income. പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 80C ആണ്. ഡൊണേഷൻസ് എന്ന് പറയുന്നത് 80G ആണ്. 80Gയിൽ നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർ ഇട്ട് വയ്ക്കുക. അത് നമുക്ക് പിന്നീട് ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിന് പുറമേ നമുക്ക് ഡിഡക്ഷൻ ഉള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള 80 TTBയിൽ സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 50,000 രൂപ വരെ പലിശ ഇനത്തിൽ SB അക്കൗണ്ടിൽ നിന്ന് കിട്ടിയ പലിശ ഇനത്തിൽ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോബ്ലം എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സൊല്യൂഷൻ ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 കള്ളിയുള്ള ഒരു ടേബിൾ വരച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻകം ഫ്രം സാലറി
ഔട്ടർ കോളത്തിൽ നെല്ല് എഴുതി വെച്ചാൽ മതി. രണ്ടാമത്തെ എമൗണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്ലീൻ ആയിട്ട് അത് ഇവിടെ എഴുതിയാൽ മതി, ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി. എത്ര രൂപ കിട്ടും? 1,60,000 രൂപ എഴുതി വയ്ക്കുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. അതും കമ്പ്യൂട്ടഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന 2,60,000 രൂപ എവിടെ എഴുതി വയ്ക്കാം? ഔട്ടർ കോളത്തിൽ ക്ലീൻ ആയിട്ട് എഴുതി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അത് ഇന്നർ കോളത്തിൽ എഴുതാം. എന്നിട്ട് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് എവിടെ എഴുതാം? ഔട്ടർ കോളത്തിൽ എഴുതാം. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 26,000 ഇന്നർ കോളത്തിൽ എഴുതാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 50,000 രൂപ ഇന്നർ കോളത്തിൽ എഴുതാം. ഔട്ടർ കോളത്തിൽ 76,000 റുപ്പീസ് എഴുതാം. ദാറ്റ് ഈസ് 26,000 പ്ലസ് 50,000, ടോട്ടൽ എത്ര കിട്ടി? 76,000 കിട്ടി. നെക്സ്റ്റ് ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏതാണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് 70,000. നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സെക്ഷൻ 80 TTB പ്രകാരം നമുക്ക് പിന്നീട് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ 70,000 രൂപ നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് 70,000 എഴുതി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് തന്നതുകൊണ്ട് ഗ്രോസ് അപ്പ് ചെയ്യണം. 54,000 ഇൻറ്റു 100/90. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. 54,000 ഇൻറ്റു 100/90. എല്ലാവർക്കും 60,000 രൂപ കിട്ടിയില്ലേ? അപ്പോൾ ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന 60,000 രൂപ ഇന്നർ കോളത്തിൽ എഴുതൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അത് 10,000 എഴുതാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന 3 എമൗണ്ട് നമുക്ക് കിട്ടി. 70,000, 60,000, 10,000. മൂന്നും കൂടിയും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 1,40,000 രൂപ കിട്ടി. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. അപ്പം നമ്മുടെ ഔട്ടർ കോളത്തിൽ 4 എമൗണ്ട് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1,60,000 ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, 2,60,500 ഇൻകം ഫ്രം ബിസിനസ്, 76,000 ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 1,40,000. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 4ഉം കൂടി ആഡ് ചെയ്ത് വയ്ക്കുക. 1,60,000 പ്ലസ് 2,65,000 പ്ലസ് 76,000 പ്ലസ് 1,40,000. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എല്ലാവർക്കും എത്ര രൂപ കിട്ടി? 6,41,000 രൂപ കിട്ടി. ക്ലിയർ അല്ലേ? എല്ലാവർക്കും 6,41,000 രൂപ കിട്ടിയില്ലേ? ഇത് നമ്മൾ അവിടെ എഴുതി വെക്കണം. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80 നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആകെ കൂടി ഇവിടെ നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? 80C ഉണ്ട്, 80G ഉണ്ട്, 80TTB ഉണ്ട്. ആദ്യം നമുക്ക് ഓർഡർ ആണെങ്കിലും ക്വാളിഫയിങ് എമൗണ്ട് 80G കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വേണം നമുക്ക് ക്വാളിഫയിങ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 80Cയിൽ വരുന്നത് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. അത് 30,000 രൂപ എഴുതി വയ്ക്കുക. 80TTBയിൽ വരുന്നത് സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് 50,000 രൂപയാണ് മാക്സിമം ക്ലെയിം കിട്ടുന്നത്. ഇദ്ദേഹത്തിന് കിട്ടിയ പലിശ എന്ന് പറയുന്നത് 70,000 രൂപയാണ്. പക്ഷെ എത്ര രൂപ വരെ ക്ലെയിം കിട്ടുള്ളൂ? 50,000 രൂപ വരെ ക്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് സെക്ഷൻ 80 TTB പ്രകാരം എത്ര രൂപ എഴുതാം? 50,000 രൂപ എഴുതാം. ഇനി നിങ്ങൾ വർക്കിംഗ് നോട്ടിലേക്ക് പോവുക. ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് 80G പ്രകാരമുള്ള ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഗ്രോസ് ടോട്ടൽ ഇൻകം നമുക്ക് ഇവിടെ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 6,41,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കുക 50,000. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കണമെങ്കിൽ സ്പെഷ്യൽ സെക്ഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിൽ പെടാത്ത ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇവിടെ സെയിൽ ഓഫ് ലാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത് ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഡിഡക്റ്റ് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? 50,000 രൂപ മാത്രമാണ് 6,41,000 ഡിഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപ കിട്ടി? 5,91,000 കിട്ടി. ഇനി നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ടത് 80C തുടങ്ങി 80U വരെ അതർ ദെൻ 80G എന്ന് പറയുന്നതാണ്. അത് ഇവിടെ എത്ര രൂപ വന്നിട്ടുണ്ട്? 30,000, 50,000 രൂപ വന്നിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടും? 80,000 റുപ്പീസ് കിട്ടും. ഈ 80,000 റുപ്പീസാണ് 5,91,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ 5,91,000-ൽ നിന്ന് 80,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടി? 5,11,000 കിട്ടി. ഇനി ഇതിൻ്റെ 10% നോക്കുക. അത് എത്ര രൂപയാണ്? 5,11,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 51,100 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അതെന്തുമായിട്ട് കമ്പയർ ചെയ്യണം? 50% ഓഫ് 51,100 എന്ന് പറയുമ്പോൾ 25,550 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80G എന്ന് പറയുന്നത് എത്ര രൂപയെ കിട്ടുള്ളൂ? 25,500 രൂപയെ കിട്ടുള്ളൂ. അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80G കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള കള്ളിയിൽ അണ്ടർ സെക്ഷൻ 80-ൽ വരുന്ന 2 എണ്ണയും നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഏതൊക്കെയാണ്? 80Cയും 80TTBയും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടി എഴുതി വയ്ക്കാം. 80Gയിൽ വരുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ക്വാളിഫയിങ് എമൗണ്ട് നമ്മൾ 25,550 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ 25,550 കൂടി നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള 30,000 50,000-ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ അണ്ടർ സെക്ഷൻ 80 പ്രകാരമുള്ള ടോട്ടൽ ഡിഡക്ഷൻ എത്ര രൂപ കിട്ടും? 1,05,550 രൂപ കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 6,41,000 രൂപയിൽ നിന്ന് 80 പ്രകാരമുള്ള ഡിഡക്ഷൻ എമൗണ്ട് 1,05,550 ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്ര രൂപ വരും? 5,35,450 രൂപ വരും. ഈ 5,35,450 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 6,41,000-ൽ നിന്ന് നമുക്ക് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80-ൽ വരുന്നത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയ എമൗണ്ട് എത്രയാണ്? 5,35,450. എല്ലാ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലേ? 6,41,000 മൈനസ് 1,05,550 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണ്? 5,35,450. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പ്രൊവിഷൻസ് വെച്ചുകൊണ്ട് ഫസ്റ്റ് ചാപ്റ്ററിലെയും സെക്കൻഡ് ചാപ്റ്ററിലെയും അതുപോലെ തന്നെ തേർഡ് ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലും സെയിം തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. ടോട്ടൽ ലൈബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. എല്ലാ സ്റ്റുഡൻസിനും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നുണ്ടെങ്കിലും നമുക്ക് അടുത്ത കണക്കും കൂടിയും അതൊന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. പേജ് നമ്പർ 66 എടുക്കൂ. പേജ് നമ്പർ 66-ൽ പ്രോബ്ലം ഞാൻ ആദ്യം തന്നെ ഒന്ന് വായിക്കാം. ദ ഫോളോയിങ് ആർ ദ ഇൻകംസ് ഓഫ് മിസ്റ്റർ രാമദാസ് ഫോർ ദ പ്രീവിയസ് ഇയർ 2019-2020. Rent received from house property 1,30,000. Municipal tax paid on the above 12,000. Profit from business after providing for taxation 13,000, that is rupees 1,56,000. Long term capital gain on jewellery 85,700. Short term capital loss 16,300. Interest on tax free debentures 27,000. Interest on less tax debentures 4,500. Dividend from domestic company, that is rupees 38,400. ഇത്രയാണ് നമ്മളുടെ രാമദാസിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ആ ഇൻകംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. റെൻറ്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം ആനുവൽ വാല്യൂ കണ്ടെത്താനായിട്ട്. ഇൻകം ഫ്രം സാലറി ഇദ്ദേഹത്തിന് ഇല്ല. നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ആണ്. പക്ഷേ ഇവിടെ ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ടാക്സേഷൻ ആണ് 13,000. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് കിട്ടാനായിട്ട് ഈ ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടുള്ള 13,000 നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അതായത് 1,56,000-ൻ്റെ കൂടെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ആഡ് ചെയ്യുമ്പോഴാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന എമൗണ്ട് കിട്ടുന്നത്. അത് ചെയ്യാനുള്ള കാരണം നമുക്ക് തന്നിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. പണ്ട് S5-ൽ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ തന്നിട്ടുണ്ട് ജ്വല്ലറി. പക്ഷെ പിന്നീട് വന്നിട്ടുള്ളത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് എന്തുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടർ സെക്ഷൻ 70 പ്രകാരം ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യണം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക, സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട്.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആണ്. ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? 27,000 ഇൻറ്റു 100/90 ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് ആയിട്ട് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന 4,500 നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രോസപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 4,500 ഇൻറ്റു 100/90 എന്ന് പറയുന്ന കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം അതെടുക്കാനായിട്ട്. നെക്സ്റ്റ് വൺ ഡിവിഡൻസ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനിയാണ്. അത് നോൺ ടാക്സബിൾ ഐറ്റം ആയിട്ട് അവിടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും എല്ലാ സ്റ്റുഡൻസും ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലത്തിനോട് അടുത്ത് തന്നെ നോട്ട് ചെയ്ത് വെച്ചില്ലേ? ഇനി നമുക്ക് വായിക്കാനുള്ളത് പേയ്മെൻറ്റ്സ് ആണ്. ഹി മെയ്ഡ് ദ ഫോളോയിങ് പേയ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് 8,700, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 8,000, കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി 10,000, donation to National Defence Fund 20,000, compute the total income. അപ്പോൾ പേയ്മെൻറ്റ്സിൻ്റെ അവിടെ നമ്മൾ ഇനി എന്താണ് എഴുതി വെക്കേണ്ടത്? ഓരോ സെക്ഷൻസ് ആണ് എഴുതി വെക്കേണ്ടത്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുമ്പോൾ ഏതാണ് പ്രൊവിഷൻ എഴുതി വെക്കേണ്ടത്? 80C ആണ് എഴുതി വെക്കേണ്ടത്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുമ്പോൾ ഏതാണ് എഴുതി വെക്കേണ്ടത്? 80D എഴുതി വെക്കണം. കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ ഏതാണ്? 80GGC ആണ്. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്ന് പറയുന്നത് 80G ആണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എഴുതി വെച്ചില്ലേ? 80C, 80D, 80GGC ആൻഡ് 80G. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഓർഡർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3 കള്ളിയുള്ള ടേബിൾ വരച്ച് വയ്ക്കുക. ആ ടേബിളിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പോവാം. ആദ്യം നമ്മൾ ആ ഓർഡർ തന്നെ കീപ്പ് ചെയ്യുക. സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ഇതിൽ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് നില്ലാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണ്? നമുക്ക് റെൻറ്റ് റിസീവ്ഡ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 1,30,000 രൂപ തന്നിട്ടുണ്ട്. വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് അതെന്തായിട്ട് എടുക്കാം? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് തന്നെ എടുക്കാവുന്നതാണ്. ഈ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മുനിസിപ്പൽ ടാക്സ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്? ആനുവൽ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മുനിസിപ്പൽ ടാക്സ് എത്ര രൂപ വന്നിട്ടുണ്ട്? 12,000 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ 1,30,000 നിന്ന് മുനിസിപ്പൽ ടാക്സ് എത്ര രൂപ ഡിഡക്റ്റ് ചെയ്യുക? 12,000 രൂപ ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ആനുവൽ വാല്യൂ 1,18,000 രൂപ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ 1,18,000 രൂപയിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 30% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1,18,000 ഇൻറ്റു 30% എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 1,18,000 ഇൻറ്റു 30% എന്ന് പറയുമ്പോൾ 35,400 രൂപ വരും. ഈ 35,400 രൂപയാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ആനുവൽ വാല്യൂയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,18,000 മൈനസ് 35,400 എന്ന് പറയുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ എഴുതാനുള്ളത് എത്ര രൂപ കിട്ടി? 82,600 രൂപ കിട്ടി. എല്ലാവർക്കും അത്ര രൂപ വരെ കിട്ടിയില്ലേ? എല്ലാവരും അത് ചെയ്തില്ലേ? നെക്സ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. ഇൻകം ഫ്രം ബിസിനസ് ഞാൻ നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1,56,000 രൂപയുടെ കൂടെ നമുക്ക് ഡിസലൗഡ് എക്സ്പെൻസ് ആയിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് 13,000 രൂപ 1,56,000 കൂടെ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1,56,000 പ്ലസ് 13,000 എന്ന് പറയുമ്പോൾ 1,69,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 1,69,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ടർ കോളത്തിൽ എഴുതി വയ്ക്കാം. നെക്സ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ ക്യാപിറ്റൽ ഗെയിൻ കിട്ടാനായിട്ട് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയിട്ടുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ സെറ്റ് ഓഫ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എല്ലാവരും ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കുക. എത്ര രൂപയാണ്? 85,700 രൂപയാണ്. അതിൽ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 16,300 ആണ്. അതുകൊണ്ട് അത് സെറ്റ് ഓഫ് എന്ന് തന്നെ എഴുതി വയ്ക്കുക. ആ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 16,300 85,700 നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗെയിൻ എത്രയാണ്? 69,400 രൂപയാണ്. ദാറ്റ് ഈസ് നെറ്റ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. എല്ലാവർക്കും മനസ്സിലായില്ലേ?
നെക്സ്റ്റ് ഹെഡിലേക്ക് പോവാം. ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നതാണ്. അതിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട്, അത് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത് 27,000 ഇൻറ്റു 100/90 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 30,000 ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ പോലെ തന്നെ ലെസ് ടാക്സ് ഡിബഞ്ചേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 4,500 ഇൻറ്റു 100/90 ചെയ്യുമ്പോഴാണ് എത്ര രൂപ കിട്ടുന്നത്? ഒന്ന് എല്ലാവരും കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കാം. 4,500 ഇൻറ്റു 100/90 എന്ന് പറയുമ്പോൾ 5,000 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 30,000 എന്ന് പറയുന്നതും 5,000 എന്ന് പറയുന്നതും എല്ലാവരും രീതിയിൽ. ഇനി വരുന്നത് ഡിവിഡൻഡ് ഫ്രം ഡൊമസ്റ്റിക് കമ്പനിയാണ്. അത് നോൺ ടാക്സബിൾ ഐറ്റം ആയതുകൊണ്ട് അവിടെ എന്ത് എഴുതി വയ്ക്കുക? നെല്ലെന്ന് എഴുതി വയ്ക്കുക. എന്നിട്ട് ഈ കിട്ടിയ എമൗണ്ടുകൾ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിൽ എഴുതാനായിട്ട്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള 2 എമൗണ്ട് ഏതൊക്കെയാണ്? 30,000, 5,000. 30,000, 5,000 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപ കിട്ടി? 35,000 രൂപ കിട്ടി. ദാറ്റ് ഈസ് ദ നെറ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ നമ്മുടെ ഔട്ടർ കോളത്തിൽ ഇപ്പോൾ എത്ര ഫിഗേഴ്സ് ഉണ്ട്? 4 ഫിഗേഴ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. ഇത് 4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര രൂപ കിട്ടും? 82,600 പ്ലസ് 1,69,000 പ്ലസ് 69,400 പ്ലസ് 35,000. അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 3,56,000. എല്ലാ സ്റ്റുഡൻസിനും കിട്ടിയില്ലേ? ഒന്നും കൂടിയും ഞാൻ പറയാം. 82,600 പ്ലസ് 1,69,000 പ്ലസ് 69,400 പ്ലസ് 35,000. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 3,56,000 കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്താണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്? അണ്ടർ സെക്ഷൻ 80 ഡിഡക്റ്റ് ചെയ്യണം. അതിന് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആദ്യം വരുന്നത് എന്താണ്? 80C ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് വന്നിട്ടുണ്ട് 8,700 രൂപ. പിന്നെ വന്നിട്ടുള്ളത് ആ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ എഴുതാനായിട്ട് നോക്കുക. 80D വരുന്നുണ്ട്. 80Dയിൽ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം 8,000 രൂപ വരുന്നുണ്ട്. അതും ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കുക. പിന്നെ വരുന്നത് അണ്ടർ സെക്ഷൻ 80GGC ആണ്. ദാറ്റ് ഈസ് കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ്. 10,000 റുപ്പീസ് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നത് 80G ആണ്. ഡൊണേഷൻ ടു നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്ന് പറയുന്നത് 100% നോ ലിമിറ്റ് ഡൊണേഷൻ ആയതുകൊണ്ട് ഫുൾ എമൗണ്ട് തന്നെ നമുക്ക് എടുക്കാം, 20,000 രൂപ. അപ്പോൾ നമുക്ക് അണ്ടർ സെക്ഷൻ 80 പ്രകാരം ടോട്ടൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 8,700 പ്ലസ് 8,000 പ്ലസ് 10,000 പ്ലസ് 20,000. അപ്പോൾ എത്ര രൂപ കിട്ടി? 46,700 കിട്ടി. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 3,56,000 നിന്ന് നമ്മൾ എന്ത് ഡിഡക്റ്റ് ചെയ്യണം? അണ്ടർ സെക്ഷൻ 80 പ്രകാരമുള്ള 46,700 രൂപ ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ 3,56,000 മൈനസ് 46,700 ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം എല്ലാവർക്കും എത്ര രൂപ കിട്ടും? 3,09,300 രൂപ കിട്ടും. എല്ലാവർക്കും കിട്ടിയില്ലേ? 3,09,300 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് എല്ലാ സ്റ്റുഡൻസിനും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെ പോലെ തന്നെ ഒരു പ്രോബ്ലം കൂടി ഞാനിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 70 എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക. അതും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പ്രോബ്ലം വായിക്കാം. മിസ്സിസ് ദൃശ്യ ഈസ് ദ ജൂനിയർ അക്കൗണ്ടൻറ്റ് ഇൻ എ ലിമിറ്റഡ് കമ്പനി ഇൻ മുംബൈ. She had the following incomes: basic pay 12,000 per month, dearness pay 2,000 per month, conveyance allowance 6,000 per month, her contribution to RPF 2,000 per month, employer's contribution to RPF 2,000 per month, interest to RPF at the rate of 11% 4,400, rent free accommodation in Mumbai, original cost of furniture 50,000, interest from fixed deposit from bank, that is the gross amount 6,000, winnings from crossword puzzles 25,000, sale of silver on 3/10/2019 1,00,000. She had purchased silver on 8/8/2017 for ₹80,000. She paid 8,000 as medical insurance premium. Compute her total income. ഇത് ഓൾമോസ്റ്റ് നമ്മളുടെ 5th സെമിസ്റ്ററിൻ്റെ ഒരു റിവിഷനാണ്.
അതിൽ സാലറി കാൽക്കുലേഷനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആ 5th സെമ്മിൽ പറയുന്ന ആ പ്രൊവിഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇനി ഈ പ്രോബ്ലം ഇന്ന് അവസാനത്തെ പ്രോബ്ലമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം എടുക്കേണ്ടത് ഏതാണ്? ബേസിക് സാലറി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് പെർ മന്ത് ആയതുകൊണ്ട് ഏറ്റവും ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എല്ലാത്തിനെയും ഇൻറ്റു 12 ചെയ്യുക. അതായത് 12,000 ഇൻറ്റു 12, 2,000 ഇൻറ്റു 12, 600 ഇൻറ്റു 12, 2,000 ഇൻറ്റു 12, 2,000 ഇൻറ്റു 12 അത്രയും ആദ്യം ചെയ്തു വയ്ക്കുക. എന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ബേസിക് സാലറി എന്ന് പറയുന്നത് 12,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്ര രൂപ വരുന്നുണ്ട്? 1,44,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ബേസിക് സാലറി 12,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 1,44,000 രൂപ വരും. അതുപോലെ തന്നെ ഡിയർനെസ് പേ എന്ന് പറയുന്നത് 2,000 ഇൻറ്റു 12 വരുമ്പോൾ 24,000 രൂപ വരും. അത് ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കാം. കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത് 600 രൂപയാണ് പെർ മന്ത് വരുന്നത്. ആ 600 രൂപ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് കൺവെയൻസ് അലവൻസ് നമുക്ക് ഇവിടെ ഇപ്പോൾ തൽക്കാലം എടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ നില്ലായിട്ട് എടുക്കുക. അതായത് നമുക്ക് അവിടെ അത് എക്സംഷൻ കിട്ടുന്നതാണ് കൺവെയൻസ് അലവൻസ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് കൺവെയൻസ് അലവൻസ് ഇവിടെ നില്ലായിട്ട് എടുക്കുന്ന മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്നത് എക്സസ് ഓഫ് 12% നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 2,000 രൂപയാണ് വരുന്നത്. അപ്പോൾ 2,000 ഇൻറ്റു 12 വരുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 24,000 രൂപ കിട്ടും. ഇനി നമുക്ക് എടുക്കേണ്ടത് 12% എടുക്കേണ്ടത്. അപ്പോൾ 1,44,000 കൂടെ 24,000 കൂടി കൂട്ടിയിട്ട്, അതായത് ഡിയർനെസ് പേയും കൂടി കൂട്ടിയിട്ടുള്ള എമൗണ്ടുമ്പോഴാണ് നമുക്ക് 12% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,44,000 കൂടെ 24,000 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 1,68,000 രൂപ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 12% എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. 1,68,000 ഇൻറ്റു 12% എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20,160. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എക്സസ് ഓഫ് ഇൻകം ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 24,000 മൈനസ് 20,160 എന്ന് പറയുന്ന ആ എമൗണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ എത്ര രൂപ കിട്ടും? 24,000 മൈനസ് 20,160 എന്ന് പറയുമ്പോൾ 3,840 രൂപയാണ് കിട്ടുന്നത്. ഈ 3,840 രൂപയാണ് നമ്മൾ എവിടേക്ക് എഴുതേണ്ടത്? ഇന്നർ കോളത്തിലേക്ക് എഴുതേണ്ടത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇൻട്രസ്റ്റ് ടു RPF എന്ന് പറയുന്നത് 9.5% വരെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ എക്സംഷൻ വരുന്നുള്ളൂ. ഇവിടെ വരുന്നത് 11%. അപ്പോൾ 11% എന്ന് പറയുമ്പോൾ 9.5 വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ശതമാനം കൂടുതൽ കിട്ടിയിട്ടുണ്ട്? 1.5% കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1.5% കൂടുതൽ കിട്ടിയത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ടു RPF എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. കിട്ടിയ ഇൻട്രസ്റ്റ് എത്ര രൂപയാണ്? 4,400 രൂപയാണ്. അപ്പോൾ 4,400 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ നമുക്ക് എത്രയാണ് ശതമാനം പലിശ കിട്ടിയിട്ടുള്ളത്? 11. അപ്പോൾ 4,400 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 11 എന്ന് പറയുമ്പോൾ എത്ര രൂപ കിട്ടും? 600 രൂപ കിട്ടും. അപ്പോൾ ആ 600 രൂപയാണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് ടു RPF എന്ന് പറയുന്നത് 9.5 മാത്രമേ എലിജിബിൾ ആയിട്ട് വരുന്നുള്ളൂ. അതിൽ കൂടുതൽ എത്ര ശതമാനം കിട്ടിയിട്ടുണ്ടോ അത്ര എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 4,400 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 11 എന്ന് പറഞ്ഞപ്പോൾ 600 കിട്ടിയത്. അത് ഇന്നർ കോളത്തിൽ എഴുതി വെച്ചു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഉണ്ട്. ഇദ്ദേഹം മുംബൈയിലാണ് താമസിക്കുന്നത്. അവിടെ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ എന്ന് പറയുന്നത് 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മുമ്പ് പഠിച്ചത് ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. 15% ഓഫ് സാലറിയാണ് ഇവിടെ എടുക്കേണ്ടത്. നമുക്ക് സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ എടുക്കേണ്ടത് ബേസിക് പേയും ഡിയർനെസ് പേയും ആണ്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 1,68,000 രൂപ. ഈ 1,68,000-ൻ്റെ 15% നമുക്ക് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 1,68,000 ഇൻറ്റു 15% എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. എത്ര രൂപ കിട്ടി? 25,200 രൂപ കിട്ടിയിട്ടുണ്ട്.
ആ 25,200 കൂടെ നമുക്ക് ഫർണിച്ചർ എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ട്, ആ എമൗണ്ടിൻ്റെ 10% കൂടി നോക്കണം. ഇവിടെ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് 50,000 തന്നതുകൊണ്ട് അതിൻ്റെ 10% കൂടിയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര രൂപ കിട്ടി, 5,000 രൂപ കിട്ടി. അപ്പോൾ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറയുന്ന എമൗണ്ട് കണ്ടുപിടിക്കാൻ നേരത്തെ കിട്ടിയിട്ടുള്ള 25,200 കൂടെ 5,000 രൂപയും കൂടി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ എത്ര രൂപ വരും, 30,200 രൂപ കിട്ടും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഗ്രോസ് സാലറി വരുന്നത്. ഈ ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര രൂപ കിട്ടും, നമ്മൾ എന്തൊക്കെയാണ് നേരത്തെ എഴുതിയിട്ടുള്ളത് അതെല്ലാം കൂടി സമ്മപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗറാണ് നമ്മുടെ നെറ്റ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. അതിന് വേണ്ടി 1,44,000 പ്ലസ് 24,000 പ്ലസ് 3,840 പ്ലസ് 600 പ്ലസ് 30,200 ചെയ്യുക. അതെല്ലാം കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും, 2,02,640 കിട്ടും. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. എത്ര രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, 50,000 രൂപ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 2,02,640 നിന്ന് നമ്മൾ എത്ര രൂപ ഡിഡക്റ്റ് ചെയ്യണം, 50,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന തുക എത്രയാണ്, 1,52,640 രൂപ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഈസ് അവർ ഇൻകം ഫ്രം സാലറി. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തിട്ടുള്ള ഇൻകം നമുക്ക് നോക്കാം. അത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഇവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാനുള്ള കാരണം, സെയിൽ ഓഫ് സിൽവർ എന്ന് പറയുന്നത് 31/10/2019 നമ്മൾ വിറ്റിട്ടുള്ളത്. അത് അക്വയർ ചെയ്തിട്ടുള്ളത് എന്നാണ്, 8/8/2017 അക്വയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് 36 months എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടിയും ഇപ്പോൾ റിവൈസ് ചെയ്യാണ്. അതായത് 36 മാസത്തിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അത്ര പീരീഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നു, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഗെയിൻ എത്രയാണ്, 1,00,000 രൂപയാണ് കൺസിഡറേഷൻ. കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 രൂപയാണ്. സോ വാട്ട് ഈസ് ദ നെറ്റ് എമൗണ്ട്, ദാറ്റ് ഈസ് 20,000. അപ്പോൾ ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, 20,000 ആണ് ദൃശ്യയ്ക്ക് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് ഇൻകം ഫ്രം അതർ സോഴ്സ് വന്നിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപ വന്നിട്ടുണ്ട്, 6,000 രൂപ വന്നിട്ടുണ്ട്. ഈ 6,000 രൂപ എന്ന് പറയുന്നത് ഗ്രോസ് എമൗണ്ട് ആണ്. അപ്പോൾ അത് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടിയതുകൊണ്ട് വീണ്ടും നമുക്ക് അണ്ടർ സെക്ഷൻ 8 ഡിഡക്ഷൻ കിട്ടുമോ, കിട്ടില്ല. നമുക്ക് ടൈം ഡെപ്പോസിറ്റ് ആണെങ്കിൽ കിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 10,000 രൂപ വരെ ഇവർക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അത് എലിജിബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന 6,000 രൂപ ഇൻകം ഫ്രം അതർ സോഴ്സിലുള്ളതാണ്. അതുപോലെ തന്നെ വിന്നിങ്സ് ഫ്രം ക്രോസ് വേർഡ് പസിൽ എന്ന് പറയുന്നത് എത്ര രൂപ വന്നിട്ടുണ്ട്, 25,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 6,000 പ്ലസ് 25,000 എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര വന്നിട്ടുണ്ട്, 31,000 രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ 31,000 രൂപ വന്നിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ആ ഔട്ടർ കോളത്തിൽ എഴുതണം. 1,62,640 പ്ലസ് 20,000 പ്ലസ് ഈ 31,000 കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയാം, ഇൻകം ഫ്രം സാലറിയും ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന 3 ഇൻകമാണ് ഇദ്ദേഹത്തിന് മിസ്സിസ് ദൃശ്യയ്ക്ക് ഉള്ളത്. ആ 3 ഇൻകം കൂടിയും ആഡ് ചെയ്യുമ്പോൾ 1,62,640 പ്ലസ് 20,000 പ്ലസ് 31,000 ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എത്ര രൂപ കിട്ടും, 2,13,640 രൂപ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അണ്ടർ സെക്ഷൻ 80 പ്രകാരമുള്ള ഡിഡക്ഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അണ്ടർ സെക്ഷൻ 80 ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്, 80C കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്ന 2,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും, ഇൻറ്റു 12 ചെയ്യുക, 24,000 റുപ്പീസ് വരും. അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 80D വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വന്നിട്ടുണ്ട് 8,000 രൂപ. അതും കൂടി നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ദൃശ്യയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 2 സെക്ഷൻ മാത്രമാണ്. ഒന്ന് 80Cയും രണ്ടാമത് 80Dയും.
ATCയിലെ കോൺട്രിബ്യൂഷൻ ടു RPF എന്ന് പറയുന്ന 24,000 ഡിഡക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ATDയിൽ വരുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന 8,000 രൂപ. അപ്പോൾ ടോട്ടൽ എത്ര രൂപ വന്നു? 24,000 പ്ലസ് 8,000, ദാറ്റ് ഈസ് 32,000 ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആയിട്ടുള്ള 2,13,640 നിന്ന് അണ്ടർ സെക്ഷൻ 80 വന്നിട്ടുള്ള 32,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം? 1,81,640. ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. 2,13,640 മൈനസ് 32,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,81,640. എല്ലാവർക്കും കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ 4 പ്രോബ്ലം മൊത്തം, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അതിനെല്ലാത്തിനെയും സമ്മപ്പ് ചെയ്ത് ക്യാരി ഫോർവേഡ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നതും കൂടിയും കൺസിഡർ ചെയ്തുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അണ്ടർ സെക്ഷൻ 80 വരുന്ന പലതരത്തിലുള്ള ഡിഡക്ഷൻസും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒന്നും കൂടിയും എല്ലാ സ്റ്റുഡൻസിനും അത് തറായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ക്ലാരിഫൈ അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.